ഏത് മൂഡ് ചോദിച്ചാൽ ഇന്ന് നിക്കാഹ് മൂഡാണ്. രാവിലെ തന്നെ ഒരുങ്ങി ഞങ്ങൾ എല്ലാവരും നിക്കാഹിന് പോവാണ്. ആരതാണെന്നോ? അമ്മായിൻ്റെ മകളെ കുട്ടിൻ്റെ. അമ്മായിൻ്റെ മകളെ കുട്ടി അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇവരെ വീട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണതാണ്. എനിക്ക് കുറേ അമ്മായികളുണ്ട്, അതുകൊണ്ട് തന്നെ കുറേ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇതാണ് പെണ്ണിനെ കണ്ടില്ലേ? പെണ്ണ് വണ്ടൂർ നിംസിൽ വർക്ക് ചെയ്യാണ്. ടീംസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, നിരന്നിരിക്കുകയാണ്. അപ്പൂസിന് ആരെടുത്തേലും കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ടീം ഏജിനനുസരിച്ച് ഇങ്ങനെ സെറ്റായി നിൽക്കുക കേട്ടോ. ഫെല്ലിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതായത് കുറേ വലിയ പരിപാടിയല്ല, എന്നാൽ അത്യാവശ്യം കൂടേണ്ട ആളുകൾ മാത്രം. എനിക്ക് എപ്പോഴും അങ്ങനത്തെ പരിപാടി ഇഷ്ടം. എല്ലാവരും നമ്മളറിയുന്ന ആളുകൾ, പിന്നെ തിരക്കും കുറവാവും. അങ്ങനെ കുറേ ആൾക്കാരായി എനിക്കൊരു എന്തോ പോലെയാണ്. പക്ഷേ അങ്ങനെ പരിചയപ്പെടുന്ന കുറേ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും. എന്നാലും എനിക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഒരു ഗതികേടാണ്. അപ്പോൾ ഇതാ ഫെബിയൊക്കെ എത്തിയിട്ടുണ്ട്. ഫെബി പറയുന്നത് എളാപ്പാൻ്റെ മോളാട്ടോ. നിങ്ങൾ പൂമോളെ എപ്പോഴും കാണലില്ലേ? പൂമോളെ പോലെ തന്നെ ആ ഒരു ഏജിൽ വരുന്നത് തന്നെയാണ് ഫെബിയും. ഇത് നെയ്നു, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. സബ്സ്ക്രൈബർ പറഞ്ഞാലും പോരാ, എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് അഹോരാത്രം പ്രവർത്തിക്കുന്നത് നെയ്നു ആണ്. ഫുഡ് ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് വീട്ടിൽ വെച്ചൊക്കെയല്ല, പിന്നെ പുറത്ത് ഏൽപ്പിച്ചൊക്കെ ആയിരുന്നു. അപ്പൂസയിൽ ഓടിക്കളിച്ചപ്പോൾ ഞാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഈ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോന്നു. ചെക്കനും ടീമൊക്കെ നിക്കാഹിന് പള്ളിക്ക് പോയേക്കാണ്. പള്ളിക്ക് വെച്ചിട്ടായിരുന്നു നിക്കാഹ്. പിന്നെ കുറേ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പൂസിന് മാങ്ങ കൊടുത്തുട്ടോ. ഞാൻ അവനുള്ള ഫുഡ് എടുത്തൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഒന്നും അങ്ങനെ ഏൽപ്പിക്കണം പറ്റലില്ല, പക്ഷേ ഇത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഓരോ ടേബിളിൽ ടീമായിട്ടാണ് ഇരുന്നിരിക്കണം. ഉമ്മാരൊക്കെ ഒരു ടീം, പിന്നെ കസിൻസൊക്കെ ഒരു ടീം, അങ്ങനെയാണ്. നമ്മളെ ടീം തന്നെയാണ് പിന്നെ സെർവ് ചെയ്യണതൊക്കെ. ഈ ഒരു ജനറേഷന് വരെ സെർവിങ്ങിനൊക്കെ ആളെ കിട്ടും. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കുട്ടികളൊന്നും ആ പണിക്ക് കിട്ടൂല. ഫുള്ള് കാറ്ററിംഗുകാർ കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ ഈ കസിൻസ് തന്നെ ചെറിയ ടീമുണ്ടല്ലോ, ഓരെന്നെ കാറ്ററിങ്ങിന് പോകാൻ ഓൾക്ക് മടി ഉണ്ടാവില്ല. എന്നാലും അവനാൻ്റെ വീട്ടിൽ ഈ പണിക്കൊക്കെ പോലെ കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും നല്ല ബീഫ് ബിരിയാണിയാണ് ഞാനെടുത്തത്. പിന്നെ ചിക്കൻ ചില്ലി എടുത്തു. ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് അകത്തേക്ക് പോയിട്ടോ. അപ്പൂസിനെ അവിടെ ഉറക്കിയിട്ടാണ് ഞാൻ ചോറുന്നാൻ പോന്നിരുന്നത്. അപ്പോൾ പിന്നെ വേഗം എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇത് ബേബി, ഇവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ആ ഒരു അവളെ വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഫോട്ടോ എടുക്കലാണല്ലോ. അതാണല്ലോ മെയിൻ. ഫുഡ് ഫോട്ടോ, അതിലിപ്പോൾ ഫോട്ടോ ആണ് മെയിൻ ഫുഡിനേക്കാളും. അങ്ങനെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ആ ഫോട്ടോക്ക് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഇവിടുന്ന് അതിനും അനൗൺസ്മെൻ്റ് ആട്ടോ. ഓരോന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചിരിക്കണ തിരക്കിലാണ്. പിന്നെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഇതാട്ടോ നെയ്നു, ഞാൻ പറഞ്ഞില്ലേ നെയ്നൂനെ, ഫെബിൻ നെയ്നു കേട്ടോ. നെയ്നൂനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ എല്ലാവരും നെയ്നൂന്. പിന്നെ ഇവിടെ പാത്തുണ്ട്. ഈ കുട്ടി ടീംസാണ് എൻ്റെ യൂട്യൂബിൻ്റെ മുഖ്യ വിജയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പെണ്ണും ചെക്കനും ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്ത് പോയേക്കാണ്. പുറത്ത് പോയതുകൊണ്ട് തന്നെ സ്റ്റേജ് ഞങ്ങൾക്ക് ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ടീംസ് അവിടെ കയ്യേറിയിട്ടുണ്ട്. അപ്പൂസിനെ ഞാൻ ചെറിയ അപ്പൂനെ ഏൽപ്പിച്ചിട്ടേ ഞാൻ എൻ്റെ പരിപാടി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഫുഡ് കഴിക്കാനും ചോറുന്നാനും ഫോട്ടോ എടുക്കാനും വിളിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, അങ്ങോട്ട് എത്തി കിട്ടൂല. എന്നാൽ ഇത് നിർത്താട്ടോ, പരിപാടി നിർത്താട്ടോ പറഞ്ഞാൽ ഒക്കെ പാട് വന്നുകൊണ്ട് നിർത്തല്ലേ ഇറങ്ങാണ്ട് പിന്നാലെ കൂടും ചെയ്യും. ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കില്ല. എനിക്ക് വേണ്ടത് തിന്നാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും ഞാൻ എൻ്റെ പരിപാടി അയച്ചു പോരും. സിംഗിൾ ഫോട്ടോ, ഡബിൾ ഫോട്ടോ എല്ലാതും ഉണ്ട് കേട്ടോ. ഐഫോണില്ലവർക്ക് ഒരു ഒഴിവുമില്ല. പിന്നെ ക്യാമറമാനൊക്കെ പെണ്ണിൻ്റെ കൂടെ പോയിക്കാണല്ലോ. ഞങ്ങളിവിടെ പൂണ്ട് വിളയാടിയിട്ടുണ്ട്. ആദ്യം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, പൊന്നു അറിയിട്ടോ. ഓളടുത്ത് മാത്രമുള്ള അതിന് ഐഫോൺ. എന്നിട്ട് ഒരു പരിപാടി ഉണ്ടായാൽ നിരത്തിയുള്ള ഫോണിലേക്കാരോ ഫോട്ടോ. ഓൾ പറയും ഫോട്ടോ എടുക്കണമല്ലോ, അതൊക്കെ തരം തിരിച്ച് അയച്ചു കൊടുക്കാനാണ് പണിയാറ്. ഇപ്പോൾ പിന്നെ ഒട്ടുമുക്കാൽ ആൾക്കാരുടെ കയ്യിലും ആ ഫോൺ തന്നെ ആയതുകൊണ്ടേ ഓളെ ഡിമാൻഡ് ഇടിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഇടയിലാണ് ചെക്കനും പെണ്ണും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ. സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കണം എന്നായപ്പോൾ പിന്നെ ആർക്കും അവിടെ നിൽക്കാൻ വലിയതൊന്നുമില്ല. ചോറയിച്ചലും കഴിഞ്ഞു, പിന്നെ ഫോട്ടോ എടുക്കലും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് എന്താണെന്നുള്ളൊരു ഭാവമാണ് എല്ലാവരും. അപ്പം മെല്ലെ ഇങ്ങനെ പിരിഞ്ഞാലോ എന്നുള്ളൊരു ടോക്കൊക്കെ എത്തി. അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ വീട് ഇവിടെ അടുത്താണല്ലോ, വീട്ടിലേക്ക് വരും പറഞ്ഞാൽ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇങ്ങനെ ഒരു കൂടുന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. അന്ന് ഏതെങ്കിലും വയ്യാതെ കിടക്കണതോ പ്രസവിച്ച് കിടക്കണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അതും കൂടി അങ്ങോട്ട് തീരുമാനമാക്കുക. ആ പോക്കും കൂടെ കഴിച്ചും. അപ്പോൾ ഒരുക്കിന്ന് 2-3 രോഗികളെ കാണാനും പിന്നെ ഒരു കുട്ടീനെ കാണാനും ഒക്കെ ഉണ്ട്. അതൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരാനും. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ വെറുതെ ഒരു സോഡ കുടിക്കുക
പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കയറിയിട്ടോ. ഇവിടെ ചെറുകോട് തന്നെയാണ് കയറിയത്. ഇവിടെ നല്ല സ്നാക്സും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാനേ ലോഡഡ് ഫ്രൈസ് മുന്നൊക്കെ വീഡിയോയിൽ ഇട്ടപ്പോൾ എവിടുന്നാ ചോദിച്ചിട്ടില്ലായിരുന്നു കുറേ ആൾക്കാർ. അത് ഇവിടുന്ന് കേട്ടോ. ഇവിടെ വന്ന് കഴിക്കലല്ല, കൊണ്ടുപോകലാണ്. അപ്പോൾ എന്ത് സോഡ വേണ്ട വെച്ചപ്പോൾ പല ഫ്ലേവറൊക്കെ പറഞ്ഞപ്പോൾ ഏതോ ഒരു സോഡ പറഞ്ഞു, എനിക്കറിയില്ല ഏതാന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൂസിനൊരു ജീരക മുട്ടായി അല്ല ജംസിൻ്റെ പോലത്തെ ഒരു സാധനം വാങ്ങിക്കൊടുത്തു. ഞാൻ തുറന്നു കൊടുക്കരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തിന്ന് കണ്ടാൽ പിന്നെ ഒരു ഒടുക്കുണ്ടാവില്ല, ഓരതിന് അഡിക്റ്റ് ആവും. അതുകൊണ്ടൊരു പപ്പിൻ്റെ ഷേപ്പാണ് അതങ്ങനെ ആ ഒരു ബോട്ടിൽ അവന് കയ്യിൽ പിടിച്ച് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. ഇവരൊക്കെ കൂടെ പോന്നാൽ പിന്നെ എനിക്ക് സുഖമാണ്, അപ്പൂസിനെ ഓരെന്നെ ഹാൻഡിൽ ചെയ്യും. അല്ലെങ്കിൽ അവൻ ഓടും ഭയങ്കരമായിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഇക്കന്നെ വേണം, ഞാൻ അങ്ങനെ പോവലില്ല. ഇക്കുണ്ടെങ്കിൽ പിന്നെ കുറേ അവനെ മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ ഈ ഹൈറ്റും വെയിറ്റും ഒക്കെ കുറവായതുകൊണ്ട് എനിക്ക് അവൻ അങ്ങോട്ട് പിടിച്ച് എൻ്റെ കയ്യിൽ ഒതുക്കം കിട്ടൂല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആരെങ്കിലും ഇങ്ങനെ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം പുറത്ത് പോകണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വേറെ എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ അത് കുടിച്ചും കണ്ട് തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ സ്നാക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇടയ്ക്ക് കൊണ്ടുവരലുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഉള്ളിവടയൊക്കെ കണ്ടിട്ട് ഉള്ളിവട എന്നെ അങ്ങനെ നോക്കി വിളിക്കുന്നുണ്ട്. ഞാൻ കാണാത്ത പോലെ നിന്നൊക്കെ നിക്കാഹിൻ്റെ അവിടെ നിന്ന് തന്നെ നല്ലോണം കഴിച്ചിട്ടുണ്ട്. കൂടെ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എത്ര കൺട്രോൾ ചെയ്താലും ഇവിടെ വന്നാൽ പിന്നെ ഇതന്നെ ഈ കാരം പരിപാടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലിനി അമ്മായിയാളും എല്ലാവരും വരും പറഞ്ഞിട്ടുണ്ട്. ഒരിങ്ങനെ കുട്ടീനെ കാണലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാറിനിക്കണ്. അപ്പം ഇനി അങ്ങോട്ട് പോട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറക്കണ്ട, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നല്ലതാണെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്ക്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.